ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എഗ്ഗ് കറി വെക്കാനാണ് പോണത് കേട്ടോ. എനിക്ക് നാളികേരം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇരുമ്പാമ്പുളി നൈസാക്കി നുറുക്കിയിട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂട്ടിയിട്ട് അതിൽ ചേർത്ത് കഴുകി അത് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടൊന്ന് അരക്കുന്നുണ്ട് കേട്ടോ. നല്ല വെണ്ണ മാതിരി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ കറി വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പകരമാണ് നമ്മൾ ഇരുമ്പാമ്പുളി ഇടുന്നത് കേട്ടോ. അപ്പോൾ നന്നായി നൈസായി വെണ്ണ മാതിരിയായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 സബോള എടുത്തിട്ടുണ്ട്. അത് നന്നായി നൈസാക്കി നുറുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാൻ വെച്ച് അതിൽ ഞാൻ ഉച്ചക്കിലേക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് പപ്പടം കാച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് സബോള ഇടാൻ കാരണം വെച്ചാൽ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ അങ്ങനെ എടുത്ത് വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ളി മൂപ്പിക്കുക, പിന്നെ കടുക് വറുത്തിടുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൽ പപ്പടം കാച്ചിട്ട് വെച്ചെങ്കിൽ നമുക്ക് പപ്പടം കാച്ചി വെളിച്ചെണ്ണ അങ്ങനെ ബാക്കി വരില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നമുക്ക് കാച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സബോള അരിഞ്ഞ് നന്നായി വാടിയതിന് ശേഷം ഞാൻ കറിവേപ്പിൻ്റെ ഇലയിട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് മുളക് പൊടി, പിന്നെ അതിലരച്ചിട്ടുണ്ടല്ലോ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കറി മസാലയുടെ പൊടിയാണ് ഇട്ടത്, ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പൊടിച്ചത് നമ്മൾ പൊടിക്കണ പൊടിയില്ലേ, വറുത്ത് പൊടിക്കില്ലേ, ആ പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ചുള്ള അരപ്പ് നമുക്ക് അതിലൊഴിക്കാം കേട്ടോ. ആ പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. നല്ല ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക ഈ കൂട്ടാൻ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി മറിച്ച് നമുക്ക് അരപ്പ് അതിലൊഴിക്കാം കേട്ടോ. അങ്ങനെ അരപ്പ് അതിലൊഴിച്ചു. എന്നിട്ട് നന്നായി അതൊന്ന് വലിയണ വരെ നമുക്കതിൽ ഒന്ന് ഇളക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഒഴിക്കുകയും ചെയ്യാം. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വറ്റിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്നത് മുളകും എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതല്ലേ, നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു മണം പോവാനായിട്ട് നമുക്കത് ഒന്ന് ഇളക്കി മൂപ്പിക്കാം കേട്ടോ. പിന്നെ എല്ലാം വെള്ളം പാകത്തിനനുസരിച്ച് ഒഴിച്ച് നമുക്കത് വറ്റിച്ചെടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വറ്റിച്ച് പാകത്തിനെടുക്കാം കേട്ടോ. അങ്ങനെ ഏതാണ്ടും വറ്റിയുണ്ട്. ഞാൻ അതിൽ എഗ്ഗ് ഇടാൻ പോവാണ് കേട്ടോ. എഗ്ഗ് ഇടുമ്പോൾ ഞാൻ അതിനൊന്ന് ഓരോ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ മുറിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം അതിലേക്ക് അരിഞ്ഞിട്ടു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കൊഴുപ്പും കിട്ടും, ഒരു ടേസ്റ്റ് വേറെ കിട്ടും കേട്ടോ. വെറൈറ്റി ആണല്ലോ, ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലേ കേട്ടോ. നിങ്ങളിതുപോലെ വെച്ച് നോക്കി നിങ്ങൾക്കറിയാം. ഓക്കെ, താങ്ക് യു.